എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് എടുക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മളിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാക്കറ്റ് വേണ്ട, അതിൽ നമ്മൾ എന്താക്കുക, അതിലിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൽ വേണ്ട ഈ ബ്രൗൺ കളറിൽ ഈ സൈഡിൽ വരുന്ന ബ്രൗൺ കളർ നമ്മൾ എന്താക്കുക, ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ 4 സൈഡും നമ്മളിതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തുകൊണ്ട് കാണിക്കാൻ ഇതാ ഇതേപോലെ നമ്മൾ എന്താക്കുക, കട്ട് ചെയ്തിട്ട് ബ്രെഡ് ഇതേപോലെ നമ്മൾ 2 സൈഡിൽ ആ ബ്രൗൺ കളർ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കുക, ഈ ബ്രെഡ് 4 പീസാക്കുക. 4 പീസാക്കിയിട്ട് നമ്മളെ ഇതാ ഇതേപോലെ 4 പീസാക്കുക. ആ ബ്രെഡൊക്കെ നമ്മൾ ഇതേ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കുക, ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്താക്കുക, ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നമ്മളതിലേക്ക് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഇതാ പാല് നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് പാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കാരണം 3/4 കപ്പ് പാല് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി നമ്മൾ 2 കോഴിൻ്റെ മുട്ട കേട്ടോ, 2 മുട്ട നമ്മളതിലേക്ക് പൊട്ടി ചോദിക്കാൻ പോകും. കേട്ടോ 2 മുട്ട നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പഞ്ചസാര, ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തോ ഇപ്പം ഞാൻ ഇടുന്നത് ഒരു 2/4 സ്പൂൺ പഞ്ചസാര നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ എന്താക്കണം, ബ്രെഡ്, മുട്ട, പാൽ ഇത് 3 കൂടി ചേർത്തിട്ട് ഈ കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് എന്താക്കാം, ഷുഗർ കാരമൽ ഉണ്ടാക്കാം. അതിന് നമ്മളൊരു പാനിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പാനിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 4 ടീസ്പൂൺ പഞ്ചസാര നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഷുഗർ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, അങ്ങനെ നമ്മൾ ഏതാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഇതൊന്ന് ആഡ് ഇതാണ് ഇതാ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ഈ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിത് എന്താക്കണം, ആവിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതിന് നമ്മൾ എന്താക്കാം, ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ട് വെള്ളം ചൂടായ ശേഷം ഇത് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളം തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇഡ്ഡലി ചെമ്പ് നല്ല ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം കയ്യിലേക്ക് ആവി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേപോലെ നമ്മൾ ശരിയാണ്ട് നല്ല ഒരു വാട്ടർ ലെവൽ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കുക, അതിൻ്റെ മേലെ ഒരു പാത്രം കൊണ്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. കാരണം ആവി നമ്മൾ അതിലേക്ക് വീഴരുത്. അതിന് വേണ്ടിയിട്ട് അടച്ചു കൊടുത്ത ശേഷം നമുക്ക് എന്താക്കുക, ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പ്, ആ മേലത്തെ അടപ്പും കൂടി നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഒരു 3/4 മണിക്കൂർ
നമ്മളിങ്ങനെ തന്നെ ആവിയിൽ വെക്കണം. എന്നാലേ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഒരു 3/4 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ആവിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് പോകുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മെല്ലെ കയ്യിൽ ആവി അടിക്കാണ്ട് നോക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പുഡിങ് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയതാ ചെറുതായിട്ട് സൈഡ് കൂടെ ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. നേരെ സൈഡ് മാത്രം ഒന്ന് റൗണ്ടായിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ എന്താക്കുക, ഈ പാത്രത്തേക്ക് നമ്മൾ മറയ്ക്കാൻ പോകും. അങ്ങനെ നമ്മുടെ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തോ കട്ട് ചെയ്തിട്ടേ. കട്ട് ചെയ്തിട്ടോ. പെർഫെക്റ്റ് പുഡിങ്. റെഡിയാ? ഊതിക്കാം. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബൈ.